ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റ് ഓഫ് യുവർ ചോയ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു ചിക്കൻ കറിയല്ല, ഒരു ഡ്രൈ രീതിയിൽ എടുത്തിരിക്കുന്ന ഒരു ചിക്കൻ്റെ ഒരു റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി അതിലെ വെള്ളമൊക്കെ മാറ്റി വെച്ചിരിക്കുന്നതാണ്. അത് അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്ത് ഇടുന്നത് ഇഷ്ടമെങ്കിൽ ആ രീതി തന്നെ ഇട്ടാൽ മതി. ഏത് രീതി വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പം വലിയ പീസസൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കാന്താരിയാണ്. കാന്താരി ഒരു 20 കാന്താരി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 15 അല്ലി വെളുത്തുള്ളിയും ഒരു 2 ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ചതച്ചെടുക്കണം. മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഈ ചതയ്ക്കുന്ന സമയത്ത് ഞാനിതിലേക്കൊരു 2 ടീസ്പൂണോളം തേങ്ങ ചിരകിയതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇത് 3 കൂടി മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ തേങ്ങ ചിരകിയതോടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് അരച്ചെടുക്കണമെങ്കിൽ ആ രീതിയിൽ അരച്ചെടുക്കാം, അല്ല ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയെങ്കിൽ ആ രീതിയിലെടുക്കാം. അതിലൊന്ന് പുരട്ടി വെക്കാൻ വേണ്ടിയാണ്, നമുക്ക് ചിക്കനിലൊന്ന് ചേർത്ത് വെക്കാൻ വേണ്ടിയാണ്. ഈ രീതിയിൽ ഞാനിത് ചതച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം അരഞ്ഞിട്ടുണ്ട്, എന്നാൽ ഒരുപാട് അരഞ്ഞു പോയിട്ടുമില്ല, ആ ഒരു രീതിയിൽ. ഇനി ഇത് നമുക്ക് ചിക്കനിൽ ഫുള്ളായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ നമ്മൾക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്തെ ചേരുവ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സവോള സെപ്പറേറ്റ് മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. ഈ സമയം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും കളറിന് വേണ്ടി മാത്രം ഒരു നുള്ളി ചേർത്ത് കൊടുക്കുക. കൂടുതലായിട്ട് ചേർക്കണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം, എങ്കിലേ ആ ചിക്കനിലേക്കൊക്കെ ആ ഒരു എരിവൊക്കെ പിടിക്കത്തുള്ളൂ. അപ്പം ഇതേ രീതിയിൽ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അടപ്പ് വെച്ചിട്ട് നമുക്ക് അടച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ പറഞ്ഞ പോലെ അരമണിക്കൂർ കൂടുതൽ, 1 മണിക്കൂറെങ്കിലും വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. പക്ഷേ മിനിമം അരമണിക്കൂറെങ്കിലും വെക്കണം. ഇനിയിപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഒരു പാന് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ വേറെ ഓയിലൊന്നുമല്ല, വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിക്കുന്നത്. മാക്സിമം വെളിച്ചെണ്ണ എടുക്കുക, കാരണം ആ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 2 മീഡിയം സൈസ് വരുന്ന സവോള ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായ സമയത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റി കൊടുക്കണം. പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ ഒരു നിറം ആവുന്നത് വരെ, അതായത് ഈ ഒരു രീതിയിൽ തന്നെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിപ്പം കറക്റ്റ് പരുവത്തിന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പെരിഞ്ജീരകം ഒന്ന് ചതച്ചെടുത്തതാണ് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കൂടുതലായിട്ടൊന്നും വേണ്ട, ഒരു 1/2 ടീസ്പൂൺ മതി. കാരണം നമ്മളിതിനകത്ത് വേറെ മസാലയൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ മതിയാവും. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ മസാലയുടെ ആ ഒരു പെരിഞ്ജീരകത്തിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അതായത് ഉള്ളിയും ചിക്കനിലേക്കൊന്ന് ചേരുന്ന രീതിയിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് കഴിയുമ്പോൾ നമ്മളിത് കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ച് തന്നെ ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ചാൽ മതി. അതിന് മുന്നേ നമ്മൾ ഈ ഒരു രീതിയിൽ കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇത് തുറന്ന് വെച്ചിട്ടൊരു 10 മിനിറ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കുമ്പോൾ ചെറിയൊരു കളർ വ്യത്യാസം ഇതേപോലെ വരും. ഈ ഒരു സമയത്ത് നമുക്കിനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഒരുപാടൊന്നും വേവേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം രീതിയിൽ വേവിച്ചെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അത്യാവശ്യം വെന്ത് വരട്ടെ. നമുക്കിത് അടച്ചു വയ്ക്കാം.
ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ഇത് ഞാൻ ഒരു 20-25 മിനിറ്റ് വേവിച്ചതാണിത്. ഇതിപ്പം അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും വെന്തില്ലേലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് നമ്മളിനി തുറന്ന് വെച്ച് ഇതിലെ വെള്ളമൊക്കെ പറ്റിച്ചെടുക്കും. ഇതേപോലെ കളർ ചെറുതായിട്ടൊന്ന് ആ ഒരു സൈഡ് നമ്മളിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം, കാരണം ഒരു ബ്രൗൺ ഷെയ്ഡ് ആയി വരുന്നുണ്ട് അല്ലേ. ഇതുപോലെ തന്നെ ഒരു ഫ്രൈ ആയിട്ട് വരുന്ന രീതിയിൽ ഇനി ആ വെള്ളം എല്ലാം പറ്റി നല്ലതായിട്ട് ഡ്രൈ ആയിട്ട് വരണം. അപ്പം അതിന് നമുക്ക് കുറച്ച് നേരം ഇതേപോലെ തുറന്നിട്ടിട്ട് പറ്റിച്ചെടുക്കണം. ഇപ്പം ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണ് തേങ്ങ ചിരകിയത് വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണ് മതിയാവും, ഒത്തിരി ഒന്നും വേണ്ട. കാരണം ഇത് നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഡ്രൈ ആവുന്ന സമയത്ത് ഈ തേങ്ങ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒന്ന് ഫ്രൈ ആയിട്ട് അതിനകത്തുനിന്ന് ചേരും. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. ഇടയ്ക്ക് അതിങ്ങനെ കടിക്കുന്നത്, അതിൻ്റെ ഒരു ഗ്രേവി പോലെ ചെറുതായിട്ട് ഇങ്ങനെ മുരിഞ്ഞു കിടക്കുന്ന ആ ഒരു ടേസ്റ്റ് വരും. അത് നല്ല ടേസ്റ്റാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഈ തേങ്ങ ഒന്ന് മുരിയും, അപ്പോൾ അതിന് കുറച്ചൊരു വേറൊരു ടേസ്റ്റ് വരും ഇതിനകത്ത്, പ്രത്യേകമായിട്ട് എടുത്തു വരുന്നത്. അപ്പോൾ ഈ തേങ്ങ ഇടുന്നത് തന്നെയാണ് ഇതിനകത്ത് ഒരു പ്രത്യേക ടേസ്റ്റ്. ഇപ്പം തേങ്ങയൊക്കെ കണ്ടോ അതിനകത്ത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ എടുക്കണമെങ്കിൽ ഇതേപോലെ എടുക്കാം, കുറച്ചും കൂടെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അതേപോലെ എടുക്കാം. ഓരോ കഷ്ണങ്ങളും ഇതുപോലെ തന്നെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്നങ്ങ് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത് ഒന്ന് പറ്റിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പം നല്ലൊരു ടേസ്റ്റാണ് ഇത്, നമുക്ക് ചോറിനൂടെ കഴിക്കാൻ തന്നെയാണ് നല്ലത്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പം അറിയാം എല്ലാം പറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങയൊക്കെ കണ്ടോ ചെറുതായിട്ടിങ്ങനെ ഒരു ഗ്രേവി, ചെറിയൊരു ഡ്രൈ ആയിട്ട് ഗ്രേവി പോലെ ഉണ്ട്. അപ്പോൾ അത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. തേങ്ങ ഇങ്ങനെ മുരിഞ്ഞ ഒരു ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റാണത്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊരു ഇതേപോലെ തന്നെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3-4 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം, ആ ഒരു കറിവേപ്പിലയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി മാത്രം. അങ്ങനെ നമ്മുടെ കാന്താരി മുളകൊക്കെ ഇട്ട് ഡ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ഡിഷ് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ നോക്കുക. കാന്താരി ഇല്ലാത്ത ഒട്ടും കിട്ടാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ആണെങ്കിൽ നമുക്ക് പച്ചമുളകൊക്കെ ഇട്ട് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ പച്ചമുളകിനൊന്നും ആ കാന്താരിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടണം. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.